सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ। ഹരി ഓം, ഏവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് വരെ കണ്ടത് കർമ്മയോഗത്തിനെ പറ്റി പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ അതുവരെ ഉള്ളത് എന്താണെന്ന് പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഈ പ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള കർമ്മയോഗത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് നമ്മൾ ഇന്ന് കാണുക. ഓക്കെ, പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു തോട്ട് ഫ്ലോ മനസ്സിലേക്ക് വരിക. അതായത് അർജുനൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖിക്കുന്ന അർജുനന്റെ ദുഃഖത്തിന് കാരണം, ആ ശോകത്തിന് കാരണം മോഹമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ മോഹം ഒറ്റ കാരണം കൊണ്ടേ മാറുള്ളൂ. എന്താണത്? യഥാർത്ഥ ജ്ഞാനം കിട്ടുന്ന സമയത്ത് മാത്രമേ ആ മോഹം മാറുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം യഥാർത്ഥ ജ്ഞാനം നൽകും. പക്ഷെ ആ ജ്ഞാനത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് അർജുനനാകാത്തതുകൊണ്ട് ധർമ്മത്തിനെ പറ്റി സൂചിപ്പിക്കും. ഇനിയോ അതല്ല എങ്കിൽ ഈ ജ്ഞാനത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ജ്ഞാനം വിളങ്ങാൻ, അല്ലെങ്കിൽ ആ ജ്ഞാനം കൃത്യമായിട്ട് തെളിയാൻ നമുക്ക് എന്താണ് ചിത്തശുദ്ധിയുടെയും ചിത്ത ഏകാഗ്രതയുടെ ആവശ്യമുണ്ട്. നമ്മൾ എത്ര തവണ തത്വം അസി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എത്ര തവണ ആൾക്കാരൊക്കെ നമ്മളോട് ഇത് പറയുന്നുണ്ട്, നീ ആനന്ദ സ്വരൂപിയാണെന്നെല്ലാം പറയുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റം ഇല്ല എന്നാ. ക്ലാസ് തന്നെ എടുത്തിട്ടൊരു മാറ്റം ഇല്ല എന്നാ എനിക്കൊക്കെ. അപ്പൊ എന്താ ഇത് മാറാത്തതിന്റെ കാരണം? നമുക്ക് ആവശ്യത്തിന് ചിത്തശുദ്ധിയും ആവശ്യത്തിന് ചിത്ത ഏകാഗ്രതയും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ആരെങ്കിലും നമ്മൾ കയറി എടാ കഴുതേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ എടാ കഴുതേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ? നമുക്ക് കഴുതയല്ല എന്ന് ഉറപ്പാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും. ഇത് ശാസ്ത്രവും ആചാരനൊക്കെ വീണ്ടും വീണ്ടും പറയാണ് നീ ആനന്ദ സ്വരൂപിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫീലിങ്സും ഇല്ല. മനസ്സിലായില്ലേ? കാര്യം അതിനോട് റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് തോന്നുന്ന ഒരു ബുദ്ധി നമുക്കില്ല. നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതുണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മനസ്സിന് ശുദ്ധി വേണം. അതേപോലെ മനസ്സിന് പ്രോപ്പറായിട്ടുള്ള ഏകാഗ്രത വേണം. അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് ഉയരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സത്യമാണ് എന്ന് തന്നെ ഒരു തോന്നലുണ്ടാവും. അപ്പം അതിനെന്ത് വേണം? അതിന് ആദ്യം ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രത ഉണ്ടാക്കാനുള്ള കാര്യം ചെയ്യണം. ഇപ്പം മനസ്സിൽ സ്വാർത്ഥത ഉണ്ട് എങ്കിൽ നമുക്ക് ആ ചിത്തശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ചിത്തശുദ്ധി ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ചിത്തശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്നാണ്.
അപ്പൊ എന്ത് കർമ്മമാണ്? അതിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സാധാരണ നമ്മൾ ഈ പറയുന്ന കർമ്മഠന്മാരുടെ കർമ്മമല്ല, മറിച്ച് കർമ്മയോഗമാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയും. എന്താ ഈ കർമ്മഠന്മാരുടെ കർമ്മവും കർമ്മയോഗവും തമ്മിൽ വ്യത്യാസം? കർമ്മയോഗം എന്ന് പറയുന്നത് സ്വാർത്ഥതയുള്ള കർമ്മമല്ല. കർമ്മഠന്മാരുടെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അവര് സ്വർഗാദി പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആ ത്രൈലോക്യത്തിന്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് മരണശേഷം ഏറ്റവും മികച്ച ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന സമയത്ത് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവര് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് കാമ്യകർമ്മങ്ങളാണ് ചെയ്യുക. കർമ്മയോഗം കാമ്യകർമ്മമല്ല. പിന്നെയോ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഒരു ഹയർ ആൾട്ടറിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന കർമ്മമാണെന്ത്? കർമ്മയോഗം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കർമ്മയോഗം അതൊരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു ആക്ഷൻ അല്ല. ഏതൊരു ആക്ഷന്റെയും പുറകിലുള്ള ആറ്റിറ്റ്യൂഡിനെയാണ്, ആ മനോഭാവത്തിനെയാണ് ഒരു കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റുക എന്നാണ്. അപ്പൊ കർമ്മം തന്നെ നമ്മൾ യോഗമാക്കും. ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നമ്മൾ കർമ്മയോഗത്തിന്റെ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭാവത്തിനെ നമുക്ക് കാണാനും പറ്റും. നോക്കാം, ഇല്ലെങ്കിലോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ കണ്ടത്. ഇനി കർമ്മയോഗത്തിന്റെ കർമ്മത്തിന്റെ ഗുണവും പ്രത്യേകതയൊക്കെ നമ്മൾ കണ്ടായിരുന്നത്. കർമ്മയോഗം കുറച്ചെങ്കിലും, വളരെ കുറച്ച് അഭ്യസിച്ചാൽ പോലും അതിൻ്റെ അത്രയും ഫലം നമുക്ക് കിട്ടും. അതാണ് കർമ്മയോഗത്തിന്റെ പ്രത്യേകത. അല്ലാതെ അതിന് അഭിക്രമനാശവും പ്രത്യവായവും ഇല്ല. പിന്നെയോ ഇതിന് വ്യവസായാത്മിക ബുദ്ധി വേണം. അതായത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മനസ്സ് വേണം. ഇത്യാദി കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടോ ഇനി എന്താണ് കർമ്മയോഗത്തിന്റെ ഹൃദയം എന്ന് കാണാം. ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, പേര് കർമ്മയോഗം എന്ന് 3-ാമത്തെ അധ്യായത്തിനാണ് ഉള്ളത് എങ്കിലും കർമ്മയോഗത്തിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ പറയുന്നത് 2-ാം അധ്യായ. എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അർജുനൻ എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്യണമെന്നും, അർജുനന് ഉദാഹരണമായിട്ട് എടുക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തിന് കർമ്മയോഗം ചെയ്യണം എന്നുള്ളതാണ് 3-ാം അധ്യായത്തിൽ വളരെ ഗംഭീരമായിട്ട് വിശദീകരിക്കുക. കർമ്മയോഗം എന്താണെന്ന് അവിടെ പറയുവേ, എങ്കിൽ കൂടെയും ഇവിടെയാണ് 2-ാമത്തെ അധ്യായത്തിലാണ് ടെക്നിക്കലി കർമ്മയോഗത്തിനെ പറയുക. അതില് വളരെ പ്രശസ്തമായിട്ടുള്ള ആ ശ്ലോകം ഇപ്പോഴാണ് വരിക. ഈ ശ്ലോകം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും വളരെ മിസ്കോട്ട് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകം കൂടെയാണ്. അതായത് ഭഗവത്ഗീത പഠിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ശ്ലോകം തന്നെയാണ്. ഭഗവത്ഗീതക്കെതിരെ അടിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ഉപയോഗിക്കുന്നതും ഇതേ ശ്ലോകം തന്നെയാണ്. എന്താണ്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വ കർമ്മണി. ഈ ശ്ലോകം കേട്ടിട്ടുള്ള ശ്ലോകമായിരിക്കും. എന്താണ്? കർമ്മണിയേവ, അതായത് കർമാചരണത്തിന് തന്നെയാണ് തേ അധികാര, നിനക്ക് അധികാരം. അതായത് നിനക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ. എന്നിട്ട് ഇവർ ഇതിൻ്റെ അകത്തൊരു സാധനം ആഡ് ചെയ്യും. എന്താണ്? അതിന്റെ ശമ്പളം മേടിക്കാൻ പാടില്ലെന്നാണ് സവർണ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പറഞ്ഞതെന്ന് പറഞ്ഞു കളയും. മനസ്സിലായില്ലേ? എന്താ? നിനക്ക് കർമ്മയോഗത്തിനാണ്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതിനാണ്, കർമാചരണത്തിനാണ് അധികാരം. കഥാചന ഫലേഷുമ, നിനക്കൊരിക്കലും ഫലാസക്തി പാടില്ല. കണ്ടോ? ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, നീ പണിയെടുത്തോണ്ടേ ഇരിക്കണം. എന്നിട്ട് എന്താ? ആർക്ക് വേണ്ടിയിട്ട്? മുതലാളിക്ക് വേണ്ടി പണിയെടുത്തോണ്ടേ ഇരിക്കണം. ഒരു കാരണവശാലും അതിന് ഫലം എന്തെങ്കിലും കിട്ടുമെന്ന് ആസക്തി പാടില്ല. പിന്നെയോ കർമ്മഫലഹേതുഹു മാ ഭൂഹു, ഫലം കിട്ടണമെന്ന ആശയോടെ കർമ്മം ചെയ്യുന്നവനായി തീരരുത്. അതായത് നമ്മളെ ആ ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ അവകാശങ്ങളൊന്നും നേടിയെടുക്കരുത് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ആണോ നമുക്ക് നോക്കാവേ. എന്നിട്ടോ അകർമ്മണി, കർമ്മം ചെയ്യാതിരിക്കുന്നതിലും തേ സംഗമാസ്തു, നിനക്ക് അങ്ങനെ വെറുതെ ഒരിക്കൽ പോലും നീ കർമ്മം ചെയ്യാതെ ഇരിക്കരുത്. നിനക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ താല്പര്യം ഉണ്ടാകരുത്. ഇതാണ് പോയിന്റ്. ഇനി സാമാന്യമായിട്ട് കണ്ടാലോ, അതായത് കർമ്മം ചെയ്യാനാണ് ഒന്നാമത്തെ പോയിന്റ്. കർമ്മത്തിന് മാത്രമേ നമുക്ക് അധികാരമുള്ളൂ.
ഈ അധികാരം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴാണ് അധികാരം, അവകാശം എന്നുള്ളത് കേൾക്കുമ്പോൾ അറിയാതെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നമ്മുടെ മനസ്സിൽ തന്നെ ചില ഐഡിയാസ് ഫോം ചെയ്യും. അവിടാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ, നമുക്ക് സത്യം പറഞ്ഞാൽ കർമ്മത്തിന്റെ പുറത്ത് മാത്രമേ നമുക്കൊരു കൺട്രോൾ ഉള്ളൂ. അതാണ് താല്പര്യം. എന്താ, എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നോ, അല്ലെങ്കിൽ ഈവൻ ചില സമയത്ത് ഞാൻ പറയുന്ന സൗണ്ട് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ എല്ലാം കണക്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മനസ്സിലായില്ലേ? എനിക്ക് ഇവിടെ നിന്ന് പറ്റുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല, അത് വർക്കൗട്ട് ആവില്ല. ഏതോ ഒരു പ്രാവശ്യം ഞാൻ എല്ലാം ഇപ്പൊ കണക്ട് ചെയ്തേക്കുന്ന കണക്ക് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാര്യം അപ്പൊ ഇന്റർനെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണും. അപ്പം എനിക്ക് ആകെ കൂടെ ഒരു ഒറ്റ കാര്യത്തിൽ അധികാരമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ പിടിയുള്ളൂ. എന്താണ് ആ പിടി? എനിക്ക് എൻ്റെ കർമ്മം ചെയ്യുന്നതിൽ മാത്രമേ പിടിയുള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ റിസൾട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതിൽ എനിക്ക് നിഷ്കർഷ വെക്കാൻ പറ്റില്ല. അതില് എനിക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുമെങ്കിൽ കൂടെയും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഇപ്പൊ ഈ അധികാരമുള്ളൂ എന്നെല്ലാം പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ അതിനെ വേറൊരു കൊണോട്ടേഷനിൽ വേറൊരു കോണ്ടെക്സ്റ്റിൽ എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, എനിക്ക് എൻ്റെ കർമ്മം ചെയ്യാൻ മാത്രമേ എന്താണ് അതിൻ്റെ മുകളിൽ, എൻ്റെ കർമ്മത്തിന്റെ മുകളിൽ മാത്രമേ എനിക്ക് പിടിയുള്ളൂ. എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എന്താ, ഇപ്പൊ ഇന്നേക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം എന്താണ് ഈ വീഡിയോ ഓഫ് ചെയ്തിരുന്ന് ക്ലാസ് എടുക്കാം, അതിലെനിക്ക് അധികാരമുണ്ട്. അതല്ലെങ്കിലോ വേണമെങ്കിൽ ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ഇന്നൊരു ശ്ലോകം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, അതിൽ ചിലപ്പോൾ എനിക്ക് അധികാരമുണ്ട്. ആ ഒരു ശ്ലോകം ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി 5 ദിവസം എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. പക്ഷെ അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കും എന്ന് എനിക്കൊരു അധികാരമില്ല. മനസ്സിലായില്ല? അത് നിങ്ങളുടെ താല്പര്യ. പിന്നെ ഇവിടെ വരണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ എനിക്ക് അധികാരമുണ്ട്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ അധികാരമുള്ളൂ. സോ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് താല്പര്യം. അർജുന, കർമ്മം ചെയ്യുന്നതിന് മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, അയ്യോ അപ്പൊ എനിക്ക് വേറൊന്നിനും അധികാരം ഇല്ലേ എന്നല്ല നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്, കർമ്മം ചെയ്തതിന് മാത്രമേ അധികാരം ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ചെയ്യുന്ന കാര്യം നീ നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ എല്ലാം വിഷയം എന്താണ്, നമ്മളിലേക്ക് ഫീഡ് ചെയ്തേക്കുന്ന ഒരു പ്രശ്നം എന്താണ്, ഈ അധികാരം എന്നെല്ലാം ഉള്ള വാക്ക് കേൾക്കുന്ന സമയത്ത് തക്കര എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരും, അപ്പൊ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം നമ്മളെ പിന്നോട്ട് വലിച്ചു. അങ്ങനല്ല, കർമ്മം ചെയ്യുന്നതിൽ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യണം. അതാണ്. നിനക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് എന്തിലാണോ പിടിയുള്ളത്, നിനക്ക് എന്തിലാണോ സ്വാതന്ത്ര്യം ഉള്ളത്, അതിനെ നീ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. സോ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യണം. ശ്രദ്ധ ചെയ്യുന്ന കാര്യത്തിലാകണം. അതാണ് അടുത്ത പോയിന്റ്. എന്താണ്, നിനക്ക് കർമ്മം ചെയ്യുന്നതിലാണ് അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്, നിന്റെ ശ്രദ്ധ നീ ചെയ്യുന്ന കാര്യത്തിലാകണം. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ എവിടെയൊക്കെ ആയിരിക്കും? ചെയ്യുന്നതിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ വേറെ പല 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 ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ ഫലത്തിലേക്ക് ശ്രദ്ധ പോകും. എന്ത് കിട്ടും, അല്ലെങ്കിൽ ഈ രീതിയിൽ കിട്ടണം എന്നുള്ള നിഷ്കർഷയുടെ പുറത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കർമ്മം ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുക, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഏറ്റവും മികവിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം, ഏറ്റവും മികച്ച രീതിയിൽ കർമ്മം ചെയ്യണം. ഒരിക്കലും നിനക്ക് കർമ്മഫലത്തിൽ അധികാരമില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്താണ്, അതായത് നാം വിചാരിച്ച ഫലം കിട്ടണം എന്നില്ല എന്ന്. അതാണ് താല്പര്യം. അല്ലാതെ ചെയ്യുന്നതിന്റെ പണിക്ക് കൂലി കിട്ടില്ല എന്നല്ല. ഇപ്പം നമ്മൾ ജോലി എടുത്താലും പണി എടുത്തില്ലേലും ഇപ്പൊ സ്ഥിരമായിട്ട് ശമ്പളമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടും. ആണല്ലോ, കിട്ടും, അവർക്ക് ശമ്പളം കിട്ടും.
ഇവിടെ ഈ ശമ്പളത്തിനെ പറ്റി അല്ല പറയുക. ഞാനൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മം എനിക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ഫലം ഉണ്ടല്ലോ, ആ ഫലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന ഒരേ കർമ്മത്തിനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫലം ഒന്നാണോ? ചിലവാകണമെന്നില്ല, സ്ലൈറ്റ് ആയിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. കാര്യം എന്താണെന്നറിയോ? ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന സമയത്തും ആ കർമ്മത്തിൽ വ്യത്യാസം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്. ഇവിടെ ഒരിക്കലും കർമ്മത്തിന്റെ ഫലത്തിൽ അധികാരമില്ല എന്ന് പറയുമ്പോൾ നാം വിചാരിച്ച ഫലം കിട്ടണം എന്നില്ല. അതായത് കർമ്മഫലം ഇങ്ങനെ തന്നെ ആകണം എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പോയിന്റ്. ഇങ്ങനെ തന്നെ വേണം എൻ്റെ കർമ്മഫലം എന്ന് എനിക്ക് പറയാൻ അധികാരമില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമുക്ക് അധികാരമുള്ള കർമ്മത്തിനെ പറ്റി നമ്മൾ പറയത്തില്ല, അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കില്ല. എന്നിട്ടോ നമ്മളെല്ലാവരും ഫോക്കസ് ഇടുന്നത് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് കർമ്മഫലത്തിലാണ്. അതായത് നമ്മൾ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫോക്കസിനെ കൊടുത്തിരിക്കുക. അത് അധികാരമുള്ള കർമ്മത്തിലേക്ക് നമ്മൾ നമ്മുടെ ഫോക്കസിനെ കൊടുക്കത്തില്ല, അധികാരമില്ലാത്ത കർമ്മഫലത്തിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഈ ഫോക്കസ് ഷിഫ്റ്റിങ് ഉണ്ടാകണം എന്നാണ്. എന്നിട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം, കർമ്മഫലത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്. എൻ്റെ കർമ്മത്തിനെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ടിപ്പാണ് ഇത്. നമുക്കൊരു ടിപ്പായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം എന്നാ, നമ്മൾ പലതവണ പലയിടത്തു നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ്? കർമ്മ ഫലത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്. അതായത് ഫലത്തിന് മാത്രമായിട്ട് കർമ്മം ചെയ്യരുത്. കാര്യം അത് വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എങ്കിൽ ആ കർമ്മത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഒരു ദിവസം ഇവിടെ പൂജ്യ ഗുരുദേവൻ 3 ലീക്കേജുകളെ പറ്റി പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്തു എന്ന് കരുതുന്നു. എങ്കിൽ കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളത് ഓർക്കുന്നത് നന്നായിരിക്കും. എന്താണ്? എനിക്ക് എൻ്റെ കർമ്മം ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് എന്നെ 3 കാര്യങ്ങൾ തടയുന്നു. ഒന്ന്, വെറീസ് ഓഫ് ദി പാസ്റ്റ്, പഴയതോർത്തിട്ടുള്ള ഒരു ചിന്ത. പിന്നെയോ ആങ്സൈറ്റി അബൌട്ട് ദി ഫ്യൂച്ചർ ആൻഡ് എക്സൈറ്റ്മെന്റ് അബൌട്ട് ഇൻ ദി പ്രസന്റ്. ഈ 3 കാര്യങ്ങൾ. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് അയ്യോ ഈ കർമ്മം ഞാൻ പണ്ട് ചെയ്തപ്പോൾ കുളമായല്ലോ എന്നുള്ള ചിന്തയിലാണെങ്കിൽ കർമ്മം കുളമായല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കുക. കർമ്മത്തിനേക്കാൾ ഉപരി, കർമ്മം കുളമായല്ലോ എന്നല്ല, പിന്നെയോ കർമ്മത്തിനേക്കാൾ ഉപരി എന്താണ്, ആ കർമ്മഫലം എന്താകും എന്നുള്ളതാണ് നമ്മുടെ പേടി. അയ്യോ കർമ്മം കുളമായല്ലോ എന്ന് ആയിരിക്കത്തില്ല സത്യത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്താണ്, മറിച്ച് നമ്മൾ വിചാരിക്കുന്നത് അയ്യോ അന്ന് ഞാനിത് ചെയ്തപ്പോ കിട്ടിയ ഫലം ശരിയായില്ലല്ലോ എന്നാണ്. അതാണ് എൻ്റെ കാര്യം. ഇല്ലേ? സത്യമായിട്ട് ആലോചിച്ച് നോക്കിയേ. അയ്യോ എൻ്റെ കർമ്മം എനിക്കൊന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, പിന്നെയോ അന്ന് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് അല്ലായിരുന്നു എനിക്ക് വേണ്ടത്, ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല എന്നാണ് സത്യത്തിൽ കർമ്മം ശരിയായില്ല എന്ന് പറയുന്ന സമയത്തും ഞാൻ ചെയ്യുന്നു. ആലോചിച്ചു. അപ്പൊ ഇവിടെ എന്താണ്, കർമ്മഫലത്തിൽ ശ്രദ്ധ വെച്ച് ചെയ്യാതിരിക്കാൻ പറയുന്ന സമയത്ത് ഒന്ന് പഴയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഞെട്ടാനോ പേടിക്കാനോ വെറി ചെയ്യാനോ പാടില്ല. അതേപോലെ തന്നെ ഫ്യൂച്ചറിനെ ഓർത്ത് ഞെട്ടാൻ പാടില്ല. ഫ്യൂച്ചറിൽ എന്തുണ്ടാവും, അതായത് ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ എന്തുണ്ടാകും എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ നമ്മൾ പലപ്പോഴും ആ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ആങ്സൈറ്റിയിലായിരിക്കും കർമ്മം ചെയ്യുക. ഇല്ല, അതേപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് ടെൻഷൻ ഇല്ല, പാസ്റ്റിലെ കാര്യത്തിനെ ഓർത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ പ്രസന്റിൽ കർമ്മം ചെയ്യുന്ന സമയത്ത് മനസ്സ് ഇങ്ങനെ നിൽക്കുക, അതും പാടില്ല. അപ്പൊ ഈ 3 ലീക്കേജുകളും ഇല്ലാതെ ആക്കണം. ഫലത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യരുത്, ഫലമായിരിക്കരുത് നമ്മുടെ ഇൻസ്പിറേഷൻ. ഇതാണ് പോയിന്റ്. പലപ്പോഴും നമ്മുടെ ഇൻസ്പിറേഷൻ എന്താണ്? ഫല. നമ്മൾ കൊച്ചു പിള്ളേരെ കൊച്ചിലെ തൊട്ടേ പഠിപ്പിക്കുകയും ചെയ്യും, ഇല്ലേ?
ആ മോനെ എടാ നീ കടയിൽ പോയാൽ നിനക്ക് പോക്കറ്റ് മണി തരാന്ന്. അപ്പൊ പിന്നെ അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടായിരിക്കും പണിയെടുക്കുന്നത്. നേരെ കുറിച്ച് എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചുകൊണ്ട് വരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചിന്തയല്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതെ, ഈ പോക്കറ്റ് മണി കടയിൽ പോകുന്നതിന് മേടിക്കുന്നത് നിർത്തിയാൽ കൂടെയും അവൻ്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ പണിയെടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മാറ്റി കൊടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് അത് എന്നാണ്. ഇന്ന് സന്നദ്ധ സംഘടനകളായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണ് കഷ്ടം. പണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആശയങ്ങളിൽ അധിഷ്ഠാനപ്പെടുത്തി നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ പാർട്ടി സെക്രട്ടറി ഒക്കെ ആകണമെങ്കിൽ പോലും ശമ്പളം കൊടുത്ത് നിർത്തേണ്ടി വരും. പണ്ടങ്ങനല്ലായിരുന്നു. ഈവൻ ചിന്മയ മിഷനിൽ പോലും സെക്രട്ടറി പ്രസിഡന്റ് ശമ്പളം ഇല്ല. പക്ഷെ ചില പണി എടുക്കണമെങ്കിൽ ഓഫീസ് സെക്രട്ടറി എന്നെല്ലാം പറഞ്ഞിട്ട് അതിൽ ഓഫീസിലൊരു സ്റ്റാഫിനെ നിർത്തേണ്ടി വരും. പണ്ടങ്ങനല്ലായിരുന്നു. കാര്യം എന്നാ? കാലം പതുക്കെ പോയി. കണ്ട നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും മറ്റേ സവർണ വർഗീയ സാധനം കയറി വന്നത്. എന്താ പണിയെടുക്കുന്നതിന് ജോലി കൊടുക്കേണ്ടതെന്ന്, അല്ലെ ശമ്പളം കൊടുക്കേണ്ടതെന്ന്. അതല്ല. അത് നമ്മള് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്നില്ല എങ്കിൽ ചെയ്യില്ല എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്നാണ്. ഓക്കെ. എന്നിട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തേ സംഘഃ മാസ്തു. എന്തില്? അകർമ്മണി, അതായത് കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ എന്താണ്? സംഘമാസ്തു, നിനക്ക് താല്പര്യം ഉണ്ടാകരുത്. അതായത് കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ, അതായത് കർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ചില സമയത്ത് നമ്മുടെ താല്പര്യം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നിന്ന് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നല്ല നമ്മൾ പറഞ്ഞു വെച്ചാൽ കൂടെയും നമ്മള് ഇങ്ങനെ താത്വികമായിട്ടൊക്കെ അവലോകനം ചെയ്താൽ കൂടെയും ചില സമയത്ത് നമ്മുടെ ഉള്ളിലൊരു മടി വരും. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അർജുനൻ ചെയ്യാൻ പോകുന്നത് കണക്ക് ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉപേക്ഷ വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ വേദാന്തമൊക്കെ പറഞ്ഞിട്ട് തന്നെ. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ഒരു കാരണവശാലും പണിയെടുക്കാതിരിക്കരുത്. നമ്മുടെ ധർമ്മം എന്താണോ, നമ്മുടെ ഡ്യൂട്ടി എന്താണോ അതെടുക്കാതിരിക്കരുത്. എന്തൊക്കെ കാരണം കൊണ്ടാണ്. എന്നിട്ടോ അതെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കൊരു ബോധ്യം വേണം, ഞാൻ എടുക്കുന്ന പണിക്ക് എനിക്ക് അധികാരമുള്ളൂ എന്നുള്ളത്. ഞാൻ എടുക്കുന്ന പണിക്ക് അധികാരമുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അധികാരം മലയാളത്തില് അല്ലെങ്കിൽ നമ്മള് ഈ പറഞ്ഞ കണക്ക് മലയാളികൾ ചിന്തിക്കുന്ന അധികാരമല്ല, മറിച്ച് എന്താണോ എനിക്ക് നിയന്ത്രണമുള്ളത്. അപ്പൊ എൻ്റെ കർമ്മത്തിൽ മാത്രമേ എനിക്ക് നിയന്ത്രണമുള്ളൂ. പിന്നെയോ അതുമാത്രമല്ല, ആ കർമ്മത്തിന്റെ ഫലത്തിൽ എനിക്ക് നിയന്ത്രണമില്ല. അത് തന്നെ എന്തു വന്നാലും തന്നെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. പിന്നെയോ ആ കർമ്മഫലത്തിൽ ശ്രദ്ധ വെച്ച് കർമ്മം ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത്. അതിനേക്കാൾ ഉപരി കർമ്മം ചെയ്യാതിരിക്കരുത്. അപ്പൊ ഈ ഒരു 4 പോയിന്റാണ് കർമ്മയോഗത്തിന്റെ ഹൃദയം എന്നാണ്. ഇനി എന്ത് തരത്തിലുള്ള കർമ്മമാണ്, എങ്ങനെ ശ്രദ്ധ വെക്കരുത് എന്നുള്ളത് വേറൊരു ശ്ലോകത്തില് ഇതോടുകൂടി നമ്മൾ കാണും. ഇനി കർമ്മഫല ഇച്ഛയോടുകൂടി അല്ല കർമ്മം ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും. എന്താ കർമ്മയോഗന്റെ അല്ലെങ്കിൽ കർമ്മഫല ഇച്ഛ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല കർമ്മം ചെയ്യേണ്ടതെന്ന് ഭഗവാൻ അടിച്ചുറപ്പിച്ച് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇത്രയും പ്രശസ്തമായിട്ട് ഉള്ള ഈ ഒരു ശ്ലോകം വരുന്ന സമയത്ത്, എങ്കിൽ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന ചോദ്യം വരും. ഇതിൽ തന്നെ യോഗം എന്ത് എന്ന് പറയും, എന്താണ് യോഗത്തിന്റെ ലക്ഷണം എന്നാണെന്ന് കൂടിയും നമ്മൾ പറയും. 48-ാമത്തെ ശ്ലോകം.
അപ്പം ആ ശ്ലോകം എന്താണ്, ഇതും വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഇതിലെ ഒരു പോർഷൻ വളരെ 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 പ്രധാനമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതേ. ഇതാണ് യോഗത്തിന്റെ ഡെഫിനിഷനായിട്ട് ഭഗവത്ഗീതയിൽ പലയിടത്ത് യോഗത്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് യോഗ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് സമത്വം യോഗ ഉച്ചതേ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതും കൂടെ നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കും. എന്താണെന്ന്? ധനഞ്ജയ, അർജുന, യോഗസ്ഥ സംഘം ത്യക്ത്വ, യോഗസ്ഥനായിട്ട് സംഘം ത്യജിച്ച് സിദ്ധ്യോ സമഹ ഭൂത്വ, ജയാജയങ്ങളിൽ സമഭാവത്തിൽ വർത്തിച്ച് കർമാണി കുരു, കർമ്മങ്ങൾ ചെയ്യൂ. സമത്വം യോഗ ഉച്ചതേ, സമചിത്തതേ യോഗം എന്ന് പറയുന്നു. എന്താ പറയാ? അതായത് ഇതെങ്ങനെ, ഇതിന്റെ കണക്ഷൻ ഇതാണ്. നീ കർമ്മം ചെയ്യുന്നതിലാണ് നിനക്ക് അധികാരം. കർമ്മഫല ഇച്ഛയോടുകൂടി കർമ്മം ചെയ്യരുത്. അതേസമയം നീ എന്ത് ചെയ്യണം? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, കർമ്മം ചെയ്യാതിരിക്കരുത് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കർമ്മം ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോവുക. ഓക്കെ, എങ്ങനെയാണെന്ന് നമ്മളിത് കാണുമ്പോൾ കാണാം. എങ്ങനെയാണ്? സംഘം ത്യക്ത്വ, സംഘം ത്യജിച്ച്. ഇത് മറ്റേ സംഘമല്ല കേട്ടോ, പിന്നെ എന്താണ്? സംഘം, ഒട്ടലില്ലാതെ സംഘം ത്യജിച്ച് നമ്മൾ കർമ്മം ചെയ്യണം. അതായത് കർമ്മത്തിനോടുള്ള ഒട്ടലില്ലാതാക്കി, കർമ്മഫലത്തിനോടുള്ള ഒട്ടലില്ലാതാക്കി. അപ്പൊ ചില സമയത്ത് എന്താ, നമുക്ക് കർമ്മത്തിനോടായിരിക്കും ഒട്ടല്. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനൊന്നും ഇല്ല സ്വാമി, എനിക്ക് ഒരു കർമ്മത്തിനോട് ഒട്ടലില്ല. അങ്ങനെയല്ല. ചില ആൾക്കാരെന്താണ്, ഈ പറഞ്ഞ കണക്ക് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുക. അപ്പൊ റിവ്യൂ പറയുന്നതിനോടാണ് ഒട്ടല്, അതോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് ഒട്ടല്? ഒരു ഉദാഹരണം പറയാം. ചില ആൾക്കാർക്ക് എന്താണ്, ആ സിനിമ കാണുക എന്ന് പറയുന്ന കർമ്മത്തിനോട് ഒട്ടലുണ്ടായിരിക്കും. അതല്ലെങ്കിലോ മറ്റേ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ചില പരിപാടി ഉണ്ടല്ലോ, ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിർത്തും. ചിലപ്പോൾ ആ കർമ്മത്തിനോട് ഒട്ടലുണ്ടായിരിക്കും. ഓക്കെ, അധികാരം കിട്ടുന്ന പരിപാടികളല്ല. അപ്പം കർമ്മത്തിനോടുള്ള ഒട്ടൽ ഇല്ലാതാക്കണം. പിന്നെന്തായിരിക്കണം അത്? അതെന്റെ ഡ്യൂട്ടിയാണ് എന്ന് മനസ്സിലാക്കണം. എന്നെ ഒരു കർമ്മം ചെയ്യാൻ അവിടെ നിർത്തുന്ന സമയത്ത് അതെന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ അവിടെ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ? ചില ആൾക്കാരെ സ്വാഗത പ്രാസംഗികന്മാരാക്കും. ഈശ്വര, ഇതിനേക്കാളും വലിയ അബദ്ധം വേറെ ഇല്ലായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇവര് മുഖ്യ പ്രഭാഷകൻ എടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് അങ്ങ് പ്രസംഗിച്ചു കളയും. ഇവരുടെ ജോലി എന്താണ്? ഇവരുടെ ജോലി ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഓക്കെ, 5 മിനിറ്റ് നിങ്ങൾ എടുക്ക്, നമുക്ക് സഹിക്കാം. ഇതങ്ങനല്ല. വേണമെങ്കിൽ പറയാം എന്താണ്, അപ്പൊ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന അവിടുത്തെ മെയിൻ ആരെങ്കിലും ആയിരിക്കും സ്വാഗതം പറയുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് ഈ പരിപാടി, എന്തിനാണ് ഈ പരിപാടി? സത്യം പറഞ്ഞ അധ്യക്ഷനാണത് പറയേണ്ടത്. എങ്കിൽ കൂടെയും സ്വാഗത പ്രാസംഗികൻ ചിലപ്പം ആ സംഘടന ഉണ്ടായ കാലം മുതലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ വാക്ചാതുര്യമെല്ലാം കാട്ടിക്കൊണ്ട് വന്നേക്കുന്ന ആൾക്കാരെ സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ സ്വാഗത പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഈ ആൾക്കാർ ഇവിടെ വന്നേക്കുന്നത്? അല്ല, മുഖ്യപ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിരിക്കുക. പക്ഷേ ഇയാൾക്ക് ഈ കർമ്മത്തിനോടൊരു ഒട്ടലുണ്ടായിരിക്കും. അതായിരിക്കും പ്രശ്നം. ഇനിയോ കർമ്മഫലത്തിനോടുള്ള ഒട്ടലിനെ ഇല്ലാതാക്കണം. അതും വളരെ പ്രധാനമാണ്. നമ്മൾ കണ്ടു അല്ലേ, കർമ്മഫലമാണ് അടുത്തൊരു പ്രോബ്ലം. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെ കർമ്മം ചെയ്യണം? കർമ്മം ചെയ്യേണ്ടത് കർമ്മത്തിനോടുള്ള ഒട്ടൽ ഇല്ലാതാക്കി സംഘം തെക്വ, കർമ്മഫലത്തിനോടുള്ള ഒട്ടൽ ഇല്ലാതാക്കി സംഘം തെക്വ, ആസക്തിയെ ഇല്ലാതെയാക്കി. ഒരു തലത്തിലുള്ള ഒട്ടലും ഇല്ലാതെ അഹന്തയെ, മമാകാരത്തിനെ ഇല്ലാതാക്കി. ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ആ ഭാവത്തിനെ ഇല്ലാതെയാക്കി. പിന്നെയോ രണ്ടാമത്തെ പോയിന്റ്, എങ്ങനെയൊക്കെ കർമ്മം ചെയ്യണം എന്നാണ് പറയാ. ഒന്ന് സംഘം ത്യക്ത്വ, 2 സിദ്ധ്യോ സമഹഭൂത്വ. അതാണ് രണ്ടാമത്തെ കാര്യം. എന്താണത്? ലാഭം അലാഭം. അതായത് എന്താണ്, കിട്ടുന്നതിനെയും അല്ലെങ്കിൽ ജയത്തിനെയും പരാജയത്തിനെയും
എന്താണ് സമഭാവനയോടുകൂടി നോക്കിക്കണ്ട്. ഓക്കെ, നേട്ടകോട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ വിഷമിക്കാതെ ആർക്കെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റുമോ? ജയത്തിനെയും പരാജയത്തിനെയും ഒരേപോലെ നോക്കിക്കണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പറയാനേ പറ്റുള്ളൂ സ്വാമി, പറയാനേ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? അല്ലല്ല, പറ്റും. എങ്ങനെ പറ്റും? യോഗസ്ഥനായി ഇരിക്കുന്നവന് ഇത് പറ്റും. അതാണ് അടുത്തത്. യോഗസ്ഥ കുരുകർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വ. ആർക്കിത് പറ്റും? യോഗസ്ഥന് പറ്റും. യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യോഗം എന്നതുകൊണ്ട് ഭഗവാൻ, ഈശ്വരൻ എന്നാണ് അർത്ഥം. അപ്പം ഈശ്വരനിൽ നിഷ്ഠനായ ഒരാൾക്ക്, ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ലാഭ ചിന്തയോടുകൂടി കർമ്മം ചെയ്യാം. അതല്ലെങ്കിലോ ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരാൾ, അയാൾക്ക് ലാഭ ചിന്തയില്ലാതെ കർമ്മം ചെയ്യാം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളേ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ എപ്പോഴും നമ്മൾ നോക്കിക്കോളൂ, എന്താണ് എനിക്ക് അതിൻ്റെ ലാഭത്തിനെ പറ്റിയും അതിൻ്റെ നഷ്ടത്തിനെ പറ്റിയും ചിന്ത വന്നുകൊണ്ടേയിരിക്കും. കാര്യം എന്നാ? ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാനൊരു ഉയർന്ന ആൾട്ടറിനെ വെച്ചിട്ട്, കർമ്മയോഗം നമ്മൾ നേരത്തെ കണ്ടായിരുന്നില്ലേ, ഒരു ഉയർന്ന ആൾട്ടറിന് ഈശ്വരന് വേണ്ടിയിട്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നത് എങ്കിൽ എന്നിൽ നിന്ന് ഏറ്റവും മികവ് പുറത്തു വരും എന്ന് മാത്രമല്ല, എനിക്ക് ലാഭ ചിന്തയില്ല. ഞാൻ മോശം കൊടുക്കാൻ എന്തൊക്കെയാണെങ്കിലും ശ്രമിക്കത്തില്ല. പിന്നെയോ ഏറ്റവും മികവ് കൊടുത്താൽ അത് ഞാൻ ചെയ്താണെന്നുള്ള ചിന്ത വരില്ല. പിന്നെയോ ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മമാണ് എന്നുള്ള ഭാവം ഉണ്ടാവുകയും ചെയ്യും. അപ്പം യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്ക്, ഈശ്വരനിൽ നിഷ്ഠനായവന് ലാഭ ചിന്തയില്ലാതെ കർമ്മം ചെയ്യാവുന്നതാണ്. ഇനി സത്യത്തിലൊരു കാര്യം പറയട്ടെ. സത്യത്തില് കർമ്മം ചെയ്യുക പ്ലസ് സംഘം ത്യജിക്കുക എന്ന് പറയുന്നത് മുളക് തിന്നുക പ്ലസ് എരിവ് പാടില്ല എന്ന് പറയുന്ന പോലെ സത്യത്തില് ആലോചിച്ചാൽ. ഓക്കെ, അതായത് കർമ്മം ചെയ്യണം, അതേ സമയത്ത് എനിക്ക് സംഘം ഉണ്ടാകാൻ പാടില്ല, ഒട്ടലുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അലേർട്ടായിട്ടിരുന്നാലും അറിയാതെ ഇത് കയറി വരും. അത് കാര്യം എന്താണ്? ഉദാഹരണം ആചാര്യന്മാര് പറയുന്ന ഉദാഹരണം കൃത്യമാണ്. എന്താണ്? മുളക് തിന്നണം എനിക്ക്, പക്ഷെ എരിയാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ്. കാര്യം എന്നാ? കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എന്ത്? ഒട്ടിപ്പിക്കുക എന്നുള്ളത്, ബന്ധകാരണമാക്കുക എന്നുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ വേറൊരു ശ്ലോകത്തില് യോഗ കർമ്മസു കൗശലം എന്ന് നമ്മൾ കാണുമല്ലോ. അതെന്താണ് നമുക്ക് വരുമ്പോൾ കാണാം. ഓക്കെ, ആ സമയത്ത് കാണാം. അത് കർമ്മത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് നോക്കാം, അപ്പൊ കാണാതെ. പക്ഷെ എങ്കിൽ കൂടെ എന്താണ്? ഇതാണ് സത്യം. കർമ്മം ചെയ്യുകയും സംഘം ത്യജിക്കുകയും കൂടെ ഒരു ശ്വാസത്തിൽ നടക്കത്തില്ല. കാര്യം എന്നാ? കർമ്മം തന്നെ നമ്മളെ ഒട്ടലാക്കുന്നതാണ്. പക്ഷെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യോഗസ്ഥനാവുക. അതായത് ഭഗവാനാണ് കർത്താവ്, ഭഗവാനാണ് ഭോക്താവ് എന്ന ബോധ്യം വരുമ്പോൾ, ഈ ബോധ്യം വരണം. വെറുതെ നമ്മൾ തിയററ്റിക്കലി പറഞ്ഞാൽ പോരാ, പിന്നെയോ കൃത്യമായിട്ടുള്ള ബോധ്യം വരുന്ന സമയത്ത് ഇത് ഉറയ്ക്കാത്ത കാലത്തോളം നമുക്ക് സംഘം ത്യജിക്കാൻ പറ്റില്ല. പറ്റൂ. ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കയ്യിൽ, എൻ്റെ പോക്കറ്റിൽ ഒരു 100 രൂപ ഇരിപ്പുണ്ടെന്ന് വെച്ചോ. ആ 100 രൂപ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ 100 രൂപ എൻ്റേതാണെന്നുള്ളൊരു അഹങ്കാരം നമുക്ക് എപ്പോഴും കാണത്തില്ലേ? അതിന് എപ്പോഴും ഓർത്തോർത്തോ എൻ്റെ 100 രൂപ ഒന്നും ചിന്തിക്കത്തില്ലെങ്കിൽ കൂടെയും അത് എൻ്റേതാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് നൽകുന്നതായിട്ടുള്ള ഒരു അഹങ്കാരവും, അല്ലെങ്കിലോ ഒരു കടയിൽ കയറുമ്പോൾ 100 രൂപയുടെ വരെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ആണോ അല്ലേ? അതായത് ബേസിക്കലി ആ 100 രൂപയുടെ ഒരു സംഘം ഉണ്ടായിരിക്കും. ഒരു ബാങ്കിലെ ക്യാഷ്യർക്ക് അയാൾ ഒരു ദിവസം ഇടപെടുന്ന അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ കൂടെ കടന്നു പോകുന്ന പൈസയോട് സംഘമുണ്ടോ? ഇല്ല, സത്യത്തിൽ വരണമെന്നില്ല. അയാൾക്കൊരു കരുതലുണ്ട്. എന്താ? അയാളുടെ കയ്യിൽ നിന്ന് കണക്കിൽ കൂടുതൽ പൈസ നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു കരുതലുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഈ പൈസ എൻ്റേതാണ് എന്നുള്ളൊരു ഒട്ടലില്ല. ഇത്രയും പൈസ എൻ്റെ ടേബിളിൽ ഇരിപ്പുണ്ട് എന്ന് അപ്പൊ തോന്നല. ഇത് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇതേപോലെ തീരും.
ഒരിക്കലും ആ പൈസയോട് അദ്ദേഹത്തിന് ഒട്ടലില്ലേനും ഒട്ടലുണ്ടാകാൻ പാടില്ലേനും. ഒരു പ്രാവശ്യം ഒട്ടലുണ്ടാവുള്ളൂ, പിന്നെ ജീവിതത്തിൽ അങ്ങേർക്ക് ഇവിടെ ഇരുന്ന് ഒട്ടാൻ പറ്റൂല, വേറെ പലയിടത്തും പോയി ഒട്ടേണ്ടി വരും. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചില സമയത്ത് ചില ആൾക്കാർ നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്, വേറൊരാളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ തന്നു വിടും. നമുക്ക് ആ പൈസയോട് ഒട്ടലുണ്ടോ? ഇല്ല. എനിക്കറിയാം ഇത് എൻ്റെ പൈസ ഇല്ലാന്ന് എനിക്കറിയാം, പിന്നെന്താണ്, ഞാനിത് വേറൊരാൾക്ക് കൊടുക്കേണ്ടതാണ് എന്ന് അറിയാം. മനസ്സിലായില്ലേ? ഇതേപോലെ ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ ആണ് എന്നും പറയുമ്പോൾ വളരെ രസമായിട്ട് എളുപ്പമായിട്ട് തോന്നിയേ, പെട്ടെന്ന് വരത്തില്ല. കാര്യം കർമ്മം ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ ഒട്ടലില്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് തിന്നുകയും അതോടൊപ്പം തന്നെ എരിവില്ലാതിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു വെച്ചതുപോലെ. എന്താ, ഈ കാണുന്നതൊക്കെ ഞാൻ ഈശ്വരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വരുന്ന സമയത്ത് എനിക്ക് ഒട്ടലില്ലാതിരിക്കാൻ പറ്റും. ഇത് നടക്കും. എങ്ങനെയാണെന്നറിയോ? അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ആചരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടനകളിൽ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കണം എന്ന് പറയാം. നമ്മൾ സമാജത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധിതമായിട്ട് ഈ ഒരു ഗുണം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാനിത് ഇപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഞാൻ ഇങ്ങനത്തെ ആളല്ലേ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എന്നെല്ലാം വിചാരിക്കുന്ന ആള് ഒരു സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ഈഗോ മാറ്റിയിട്ട് ചിലപ്പോൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പൈസ ചോദിക്കും. കണ്ടിട്ടില്ലേ? ചില ആൾക്കാർ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാലും അയാൾക്കൊരു പിരിവിന് പോകാൻ മടിയായിരിക്കും. നേരെ മറിച്ച് ഞാൻ ആ സംഘടനയുടെ ഭാഗമാകുന്ന സമയത്ത് സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെന്താണ്, സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പൈസ ചോദിക്കും. 100 രൂപയോ 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരുടെ ഭിക്ഷ എടുക്കും. ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല, എങ്കിൽ കൂടെയും നാണമില്ലാതെ നമ്മൾ പോയി ചോദിക്കും. ഈ നാണമില്ലായ്മ വരുന്നത് എവിടുന്ന? അത് വരുന്നത് സംഘടനയോടുള്ള എൻ്റെ ബന്ധമാണ്. സംഘടന എന്നെക്കാളും ഉയർന്നതാണ്. ഞാൻ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത് എന്നാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. എന്നേക്കാൾ ഉയർന്ന ഒരു ആൾട്ടറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈഗോ ലോവറാവും, ഇത് താഴും. എന്നെ ജീവിതത്തിൽ വളരെ 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 ഇൻസ്പയർ ചെയ്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. എന്താ ഇൻസിഡൻ്റ് എന്നറിയാം? എന്നെ പഠിപ്പിച്ച സ്വാമിജി ഉണ്ട്. സ്വാമിജിയുടെ പേര് അദ്വൈതാനന്ദ എന്നാണ്. സ്വാമിജി കൊടൈക്കനാൽ എന്ന് പറഞ്ഞ അവിടെ ചിന്മയ മിഷന്റെ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാമിജി അവിടെ ഒരു പരിപാടി നടത്താൻ പോകും. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വാമിജി അവിടുത്തെ മിഷൻ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാമായിട്ട് തീരുമാനിച്ചിട്ട് ശിവന്റെ അഭിഷേകം എന്താണ്ടാണ്. അപ്പം അതിന് കുറച്ച് ഡൊണേഷൻ്റെ ഒക്കെ ആവശ്യമുള്ളത് കാരണം ഓരോ വീടുകളിൽ പോയി ഡൊണേഷൻ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്വാമിജി പയ്യനാണ്, അന്ന് ചെറുപ്പക്കാരനാണ്, 10-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ISROയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റും ഉണ്ട്. അദ്ദേഹമാണ് ചിന്മയ മിഷന്റെ പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഈ സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. സാധനങ്ങളല്ല, ഈ ഡൊണേഷൻ മേടിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു പൈസക്കാരൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ ബ്രഹ്മചാരി പയ്യനാണ്, എന്നെ പഠിപ്പിച്ച സ്വാമിജി, അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു അന്ന്, അദ്ദേഹം പയ്യനാണ്. അപ്പോൾ ഈ ISROയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ചിന്മയ മിഷന്റെ പ്രസിഡന്റാണ് ഈ ചോദിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഇയാൾ കുറേ നേരം അവിടെ ഇരുന്ന് ആ പൈസക്കാരൻ്റെ ഒക്കെ സംസാരിക്കുക. അപ്പോൾ ഇയാൾ മുറുക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് എല്ലായിട്ടും വായിലിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തരണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ ചില സമയത്ത് ചില സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ഒരു അധികാരം എടുക്കുന്ന കണക്കൊക്കെ രസകരമായിട്ടല്ലോ, താരാമത്തെ ഞങ്ങൾ പോകില്ല, ഈ ഒരു ലൈനെല്ലാം ചിലപ്പോൾ പിടിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞു ഉടനെ മറ്റേ ആൾ ഇയാളുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പിന്നാണ്. ഓക്കെ, സ്വാമിജി ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ പുള്ളിക്ക് കള്ളത്തരം പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടേ. തുപ്പി, ഇതാണ് എനിക്ക് തരാനുള്ളതെന്ന് പറഞ്ഞു എന്നാണ്. ഉടനെ ഇതാണ് എനിക്ക് തനിക്ക് തരാനുള്ളത് എന്ന് പറഞ്ഞു എന്നാണ്. ഉടനെ ഈ ആള് ആരാണ്? ഈ ISROയിൽ സയന്റിസ്റ്റ് ആയിരുന്ന ആള് അയാളുടെ മുഖം തുടച്ചിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ളത് നിങ്ങൾ തന്നു, ഇനി ചിന്മയ മിഷന് തരാനുള്ളത് തരാൻ.
എന്ന് ചോദിച്ചു എന്നാണ്. ചിലപ്പം എനിക്കറിയാം ചില ആളുകൾക്ക്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള, ചിലപ്പോൾ മുഖത്ത് തുപ്പി കാണത്തില്ല, പക്ഷെ ഇതിനേക്കാൾ വേഴ്സ്റ്റ് ആയിട്ടുള്ള ചില പ്രതികരണങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം, അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം സംഘടനയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതവർ നമ്മൾ പേഴ്സണലി എടുക്കാതെ സംഘടനാ പ്രവർത്തനമാണ് മികച്ചത്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന് ആണ് ഞാൻ ഫോക്കസ് കൊടുക്കുന്നത് എങ്കിൽ ഇതെൻ്റെ ഉള്ളിൽ മുറിവ് വരുത്തില്ല. ഇവിടെ വളർന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ ഒരു രീതിയിൽ വളർന്ന ആൾക്കാരായിരിക്കും. ഇവിടെ യോഗസ്ഥനാകുക എന്ന് പറയുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാനോട് ചേരുക എന്നാണ്. ഭഗവാൻ എന്നത് ഏറ്റവും മികവാണെന്ന് വെക്കാം. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് ഭഗവാനെ പിടിക്കാൻ പറ്റില്ലെങ്കിലോ, എന്നേക്കാൾ ഉയർന്ന ഒരു ആൾട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കണം. ഇവിടെ ഇനി ആ യോഗത്തിന് ഡെഫിനിഷൻ നൽകുകയാണ്. എന്താ യോഗം? സമത്വം യോഗ ഉച്ചതയെന്ന. ഞാൻ യോഗസ്ഥനാകണം എന്നുണ്ടെങ്കിൽ ആ യോഗത്തിന്റെ ഡെഫിനിഷൻ അറിയണം. എന്താണ് യോഗം? സമത്വം യോഗ ഉച്ചത. അതായത് ഒന്ന്, പല രീതിയിൽ നമ്മളിത് കാണുവേ. ഒന്ന്, സമം ഈസ് ഈക്വൽ ടു ബ്രഹ്മം എന്നാണ്. സമം എന്ന് പറഞ്ഞാൽ സമമായിട്ടുള്ള, എല്ലായിടത്തും ഒരേപോലുള്ള അത് ബ്രഹ്മം എന്നാണ്. ആ ബ്രഹ്മത്തിലുള്ള സ്ഥിതിയാണ് യോഗം. എന്താണ് യോഗം? ബ്രഹ്മത്തിലുള്ള സ്ഥിതിയാണ് യോഗം. വേറൊന്നില്ലാതെ എല്ലാം അതുമാത്രമാണ് എന്നതാണ്. ആ സച്ചിദാനന്ദ പരമാത്മാവാണ്, ഞാനല്ലാതെ വേറൊന്നില്ല എങ്കിൽ എനിക്ക് എങ്ങനെയാണ് സംഘം ഉണ്ടാകുക? സംഘം ഇല്ലാതാകണം എന്നുള്ളതാണല്ലോ. ആ സംഘം ഇല്ലാതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യോഗസ്ഥനാകണം എന്നാണല്ലോ. അപ്പം ഈ യോഗം എന്താണ്? യോഗം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതായത് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് അറിയുമ്പോൾ എനിക്ക് എന്തിനോടെങ്കിലും ഒട്ടലുണ്ടാവുമോ? ഇല്ല. എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒട്ടലുണ്ടാവില്ല. അപ്പൊ ഒന്ന്, ബ്രഹ്മമാണ് എന്നാണ്. ഇനിയോ രണ്ട്, സമം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് എന്നാണ്. സമം ഈക്വൽ ടു യോഗം ഈക്വൽ ടു ഈശ്വരൻ. ആദ്യത്തേത് ബ്രഹ്മം, രണ്ടാമത്തെ ഈശ്വരൻ. അതെന്താ ഈശ്വരൻ എന്ന് പറയാൻ കാരണം? കാര്യം ബ്രഹ്മവും ഈശ്വരനും രണ്ടാണോ? അതെ. നമ്മൾ പറയാം അബ്സല്യൂട്ടിലാണ് ബ്രഹ്മം എന്ന് പറയുക. ട്രാൻസാക്ഷൻ രീതിയിൽ ബ്രഹ്മത്തിനെ നമ്മൾ ഈശ്വരൻ എന്നാണ് പറയുക. കാര്യം എന്താണ്? ഈശ്വരൻ എന്തുകൊണ്ടാണ് യോഗം ഈശ്വരനാകുക? കാര്യം യോഗം ഈസ് ഈക്വൽ ടു കണക്ട് എന്നാണ്. കണക്ട്സ്. ഓക്കെ. കർമ്മത്തിനെയും കർമ്മഫലത്തിനെയും, ഞാനൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലത്തിനെയും കൃത്യമായിട്ട് ജീവനോട് കണക്ട് ചെയ്യുന്നത് ഈശ്വരനാണ്. എനിക്ക് ആരെ ഈ കർമ്മഫലത്തിനെ നൽകുന്നത്? കർമ്മഫലദാതാവായിട്ടുള്ള ഈശ്വരനാണ്. ഓക്കെ. ഞാൻ ചെയ്ത കർമ്മം, ആ കർമ്മത്തിനൊരു ഫലമുണ്ട്. ആ ഫലവും എൻ്റെ കർമ്മവുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ്? അത് ഈശ്വരനാണ്. അപ്പോൾ യോഗസ്ഥനായിരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഈശ്വര സേവയിൽ എല്ലാം ചെയ്യൂ എന്നാണ് താല്പര്യം. ഏറ്റവും മികവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ട്രാൻസാക്ഷൻ രീതിയിൽ എടുത്താലോ, ദ്വന്ദ്വങ്ങളിൽ പതറാതെ ഇരിക്കുക എന്ന കഴിവ്. ഇതാണ് കൂടുതൽ നമ്മൾ വിശദീകരിച്ച് സാധാരണ കേൾക്കുന്നത്. സമത്വം യോഗ ഉച്ചതേ എന്ന് പറയുന്ന സമയത്ത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സില്, അല്ലെങ്കിൽ ശീത ഉഷ്ണങ്ങളില്, സുഖദുഃഖങ്ങളില്, മാന അപമാനങ്ങളില്, നിന്ദാസ്തുതികളില്, ഈ പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സില് ഇളകാതെ സ്റ്റഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് യോഗമാണ് എന്നാണ്. ഭൂതഭാവിയിൽ നിന്ന് വിട്ട് വർത്തമാന കാലത്തിൽ നിൽക്കുക. നമ്മൾ പറയാറില്ലേ ലീവ് ഇൻ ദി പ്രസന്റ്, ലീവ് ഇൻ ദി പ്രസന്റ് എന്ന് പറയാറില്ലേ? ഇത് യോഗമാണ് എന്നാണ്. ഭൂതത്തിനെയും ഭാവിയെയും വിട്ടിട്ട് പ്രസന്റിൽ നിൽക്കുന്നത് യോഗമാണ്. സുഖ ദുഃഖ മാന അപമാന നിന്ദ സ്തുതി, പിന്നെന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സ് ഓഫ് ഓപ്പോസിറ്റിൽ നിന്ന് മാറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് യോഗമാണ്. ബുദ്ധനെ പറ്റി പറയും. ഏത് ബുദ്ധൻ? ശ്രീ ബുദ്ധനെ പറ്റി പറയും. എന്താണ്? ബുദ്ധൻ ചിരിയാണ് എന്ന് പറയും. എപ്പോ? ബുദ്ധൻ ചിരിക്കുമ്പോൾ ബുദ്ധൻ ചിരിയാണ്.
എന്താ ഈ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. അതായത് ബുദ്ധൻ ചിരിക്കുന്ന സമയത്ത് ബുദ്ധൻ ആ ചിരിയിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നാണ്. നമ്മൾ ചിരിക്കുന്ന സമയത്ത് വേറെ 1000 കാര്യങ്ങൾ കയറി വരും, ഇല്ലേ? ബുദ്ധൻ നടക്കുമ്പോൾ ബുദ്ധൻ ആ നടപ്പാണ് എന്നാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ആ നടപ്പാണോ? ഇല്ല, നമ്മൾ വേറെ ഇങ്ങനെയൊക്കെ നോക്കിയായിരിക്കും നമ്മൾ നടക്കുക. ഇല്ല. ബുദ്ധൻ നടക്കുമ്പോൾ ബുദ്ധൻ നടപ്പാണ്, ബുദ്ധൻ ചിരിക്കുമ്പോൾ ബുദ്ധൻ ആ ചിരിയാണ്. ഇതാണ് യോഗം. എന്ത്? ആ പ്രസന്റില് നിൽക്കുക എന്നുള്ളതാണ് യോഗം. ആ യോഗത്തിൽ സ്ഥിതനായി കർമ്മം ചെയ്യണം. യോഗസ്ഥനായിട്ട് എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. ഇപ്പൊ ലിവ് ഇൻ ദി പ്രസന്റ്, മൈൻഡ് ഫുൾ ലീവിങ് എന്നല്ല നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കില്ലേ? ഇതൊക്കെ 5000 വർഷം മുമ്പ് ഭഗവാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അറിഞ്ഞുകൊണ്ട് ശ്വാസം വലിക്കൂ, നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി കയറിപ്പോട്ടെ എന്നല്ല നമ്മൾ ചിലപ്പോൾ ചില മെഡിറ്റേഷൻ സെഷനിലൊക്കെ നമ്മൾ എടുക്കാറ്. ഇവിടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത്, അത് പ്രസന്റിൽ നിൽക്കുക എന്നുള്ളത് യോഗമാണ്. ഈ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്നതാണ് യോഗസ്ഥനായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളത്. എന്താണ്? സമത്വം യോഗ ഉച്യതേ ആണ്. സമത്വത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സമത്വം തന്നെയാണ് യോഗം. സമചിത്തതയെ യോഗമെന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന ഒരർത്ഥമാണ്. ഇനിയോ ആ ബ്രഹ്മത്തിൽ സ്ഥിതനായിക്കൊണ്ട് നിൽക്കൂ, അത് യോഗമാണ്. അത് സമമാണ്. അല്ലെങ്കിൽ ആ ഈശ്വരന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതും എന്താണ്? യോഗമാണ് എന്നത് ഓക്കെ. എന്നിട്ടോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.